ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. എടാ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. സാറ് കൂടെ നിന്ന് തന്നാൽ മതി. സാറ് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ സെറ്റാക്കി തരാം. സെറ്റ് അല്ലടാ, കൂടെ ഉണ്ടാവില്ലേ? യെസ്, ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. വാട്ട് ഈസ് ടാൻജന്റ്? എന്താണ് ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ? എടാ, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ, കുറെ പോയിന്റുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു 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 ഷേപ്പാണ്. സത്യം പറഞ്ഞാൽ സർക്കിളിനൊരു സെന്റർ ഉണ്ടാവും. ഈ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റിനെയും കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. ഈ ടാൻജന്റിൽ ഏതെങ്കിലും ഒരു ഒറ്റ പോയിന്റിലൂടെ മാത്രം ഈ ഒരൊറ്റ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈന് പറയുന്ന പേരാണ് എന്ത്? ടാൻജന്റ് എന്ന് പറയുന്നത്. എന്തിന്റെ? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. അതായത് തൊട്ടോ തൊട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു വരയില്ലേ, ഈ വരക്ക് പറയുന്ന പേരാണ് ടാൻജന്റ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരൊറ്റ പോയിന്റിലൂടെ മാത്രമേ കടന്നു പോകാൻ പാടുള്ളൂ. ഒന്നിലധികം പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇതുപോലത്തെ ലൈൻ നമ്മൾ എന്ത് പറയില്ല? ടാൻജന്റ് എന്ന് പറയില്ല. എന്തെന്ന് പറയില്ല? തൊടുവര എന്ന് പറയില്ല. എപ്പോ സാറേ ഇത് തൊടുവരാണോ? എടാ മോനെ, അതൊന്ന് നീട്ടി നോക്കിയേ. നീട്ടിയ 2 പോയിന്റിലൂടെ പോലെ അങ്ങനത്തെ ലൈൻ ഒന്നും പറ്റില്ല. എടാ, ഒരൊറ്റ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിലെ നോക്കിയേ. ഇപ്പൊ സാറ് വരച്ച ലൈൻ കണ്ടോ? ഒരൊറ്റ പോയിന്റിലൂടെ മാത്രമാണ് കടന്നു പോയത്. ഇങ്ങനത്തെ ലൈനിന് പറയുന്ന പേരാണ് എന്ത്? ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടാൻജന്റിലെ കോൺസെപ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. ഇത് ഒന്നാമത്തെ ഒരു ടോപ്പിക് ആണ്. അതായത് എന്താണ് ടാൻജന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു സർക്കിളിന് ചുറ്റും ഇഷ്ടം പോലെ ടാൻജന്റുകൾ ഉണ്ടാവും. ഈ ടാൻജന്റുകളൊക്കെ സർക്കിളിന്റെ ഒരൊറ്റ പോയിന്റിലൂടെ മാത്രമേ കടന്നു പോവുള്ളൂ. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. കോൺസെപ്റ്റ് നമ്പർ 1. ഒന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്നറിയോ മക്കളെ? ഒരു സർക്കിളിന്റെ ടാൻജന്റ് ആണ് ഈ പോകുന്ന സാധനം. കണ്ടോ? ഇങ്ങനെ പോകുന്ന ഈ സാധനത്തിന് പറയുന്ന പേരാണ് ടാൻജന്റ്. ഈ ടാൻജന്റ് നമ്മുടെ സർക്കിളിലുള്ള ഡയാമീറ്ററുമായിട്ട്, ഇത് നമ്മുടെ ഡയാമീറ്റർ ആണ്. ഈ ഡയാമീറ്ററുമായിട്ട് ഈ ടാൻജന്റ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടാൻജന്റും ഡയാമീറ്ററും തമ്മിൽ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. സാറെന്താണ് ടീ തല തിരിച്ചിട്ടത്? ഈ ടീ തല തിരിച്ചിട്ടതിന് പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ. അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എടാ, ഡയാമീറ്റർ മാത്രമല്ലടാ, റേഡിയസും ടാൻജന്റും തമ്മിലും എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ത് കുലർ ആയിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ സെറ്റ് അല്ലടാ, ടാൻജന്റും ഡയാമീറ്ററും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവരെപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഡയാമീറ്റർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ റേഡിയസും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി കോൺസെപ്റ്റ് നമ്പർ 2ലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ടാൻജന്റും നോക്കണേ, ഇവിടെ വരച്ചിട്ടുള്ള ഈ OA എന്ന് പറയുന്ന ടാൻജന്റും AC എന്ന് പറയുന്ന OA എന്ന് പറയുന്ന റേഡിയസും AC എന്ന് പറയുന്ന ടാൻജന്റും തമ്മിൽ എപ്പോഴും ഇവരെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ OBയും BCയും തമ്മിൽ എത്ര ഡിഗ്രി ആയിരിക്കടാ? അവിടെയും 90 ഡിഗ്രി ആയിരിക്കും. കാരണം റേഡിയസും ടാൻജന്റും തമ്മിൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ ആംഗിൾ C എന്ന് പറയുന്ന ഒരു ആംഗിൾ കണ്ടോ നിങ്ങൾ? ആംഗിൾ O എന്ന് പറയുന്ന ഒരു ആംഗിളും കണ്ടോ? ഈ 2 ആംഗിളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ O പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ C എന്ന് പറയുന്നത് X എന്ന് കൊടുത്താൽ O ആരായിരിക്കും? 180 മൈനസ് X ആയിരിക്കും. ആരായിരിക്കും? 180 മൈനസ് X ആയിരിക്കും. ഈ C എന്ന് പറയുന്ന ആംഗിൾ ഇപ്പോൾ ഒരു 50 ആണെന്ന് വിചാരിച്ചോ. നോക്കിയോളി, ഇവിടെ 50 ആണെങ്കിൽ, C 50 ആണെങ്കിൽ ഇവിടെ O എന്ന് പറയുന്നത് ആരായിരിക്കും എന്നറിയോ? 130 ഡിഗ്രി. ഇവിടെ 50, അവിടെ 130. അവിടെ എങ്ങനെ 130 വന്നത്? 180യിൽ നിന്നും 50 കുറച്ചാൽ എത്രയാടാ? 130 ആണ്. ഈ ഒരു റിലേഷനാണ് രണ്ടാമത്തെ ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. യെസ്, മൂന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ കോൺസെപ്റ്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ നോക്കടാ, ഒരു കോഡ് ഉണ്ട് കണ്ടോ? ഈ കോഡ് സെൻറ്ററിലേക്ക് ഉണ്ടാക്കിയ ഒരു ആംഗിൾ, അതാണ് സെൻട്രൽ ആംഗിൾ X എന്ന് പറയുന്നത്. ഇതേ സാധനം സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കണം? ഇവിടേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടെ ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ, സാർ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ നോക്കിയോളി, ഇവിടെ സെൻട്രൽ ഉണ്ടാക്കുന്ന ഈ ആംഗിള് X ഡിഗ്രി ആണെങ്കിൽ ഇവിടെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ X/2 ആയിരിക്കൂലേ? അല്ലേ? അതേ ആംഗിൾ ആണ് എവിടെ വരിക എന്നറിയോ?
ദാ ഈ കോഡിന്റെ ഇതാ നിങ്ങൾ നോക്കണേ, കോഡും ഈ ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇല്ലേ, അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ആംഗിൾ ഇല്ലേ, ഇതാ നോക്കി ഒന്നുകൂടി സാർ കാണിച്ചു തരാം. ഈ കോഡ് ടാൻജന്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും ആ കോഡും ഈ ടാൻജന്റ് തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് കോഡിന്റെ അറ്റത്ത് കൂടി പോകുന്ന രണ്ട് ടാൻജന്റ് ഇല്ലേ, ഇത് ഉണ്ടാക്കുന്ന ഈ താഴോട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താമെന്നറിയോ, ഈ ടാൻജന്റ് മുകളിലോട്ട് പോയി നോക്കിയാൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി നോക്കിയാൽ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഇവിടെ x/2 ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിളുകൾ ആരായിരിക്കടാ, ഇതും x/2 ഇതും x/2 ആയിരിക്കും. അതായത് ഈ ടാൻജന്റ് ഈ കോഡിന്റെ അറ്റത്തൂടെ പോകുന്ന രണ്ട് ടാൻജന്റിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നേരെ മുകളിലോട്ട് പോയാൽ ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ സാർ? ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ, ഇതൊരു കോഡാണ്. റെഡി അല്ലേ? ആ കോഡിന്റെ അറ്റത്തൂടെ ഒരു ടാൻജന്റ് പോകുന്നുണ്ട്, ഇതാ രണ്ട് ടാൻജന്റ് പോകുന്നുണ്ട്. ഇവിടെയുള്ള ഈ ആംഗിൾ ഡിഗ്രി എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആംഗിൾ എവിടെ ഉള്ളതിന് ഈക്വൽ ആയിരിക്കും? ഈ പറയുന്ന കോഡുമെന്നും സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെന്നല്ല ഇവിടെ എഴുതിയ നോക്കി, നിങ്ങൾ നോക്കി, ഇതാണ് കോഡ്, അതിൻ്റെ താഴോട്ട് ഇപ്പം ഇങ്ങോട്ട് സൈഡിലേക്ക് ആയിരുന്നേ ഉള്ളൂ, ഇപ്പുറം സൈഡിലേക്ക് ആയിരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്ത് ആ കോഡിനെ കണ്ടിട്ടൊന്ന് നേരെ സർക്കിളിലേക്ക് പോയിട്ട് ഇവിടെയുള്ള ആംഗിൾ എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടു. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗറിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? A ഡിഗ്രിയാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാക്കുന്നത് 180 മൈനസ് A ഡിഗ്രിയാണ്. കാരണം എന്താണെന്നറിയോ, അത് സൈക്ലിക് കോർഡിനേറ്റർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സർക്കിൾസിൽ. യെസ്, ഈ കോൺസെപ്റ്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് സാർ നാലാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാണ്. എടാ ഒരു നാലാമത്തെ കോൺസെപ്റ്റിൽ ഉണ്ടല്ലോ മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും സർക്കിൾമേലേക്ക് ഉണ്ടല്ലോ മക്കളെ, അവിടെ നോക്കിയേ, സർക്കിൾമേലേക്ക് നമുക്ക് രണ്ട് ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓൺലി 2 ടാൻജൻസ്. എത്ര ടാൻജൻസ്? ഓൺലി 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. രണ്ടേ ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ നാലാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. യെസ്, മൂവിങ് ടു ദ ഫിഫ്ത്ത് കോൺസെപ്റ്റ്. എടാ ഈ ഫിഫ്ത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വരെയാണ് നമ്മുടെ ടാൻജന്റ് കേട്ടോ. ഇവിടെയും വരെയാ ടാൻജന്റ്. ഈ പോയിന്റിൽ നിന്നും ഞാൻ വരച്ചിട്ടുള്ള 2 ടാൻജൻസ്. എത്ര ടാൻജൻസ്? 2 ടാൻജൻസ് ഉണ്ടല്ലോ. ഈ 2 ടാൻജൻസിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. അത് ആ ഫിഫ്ത്ത് കോൺസെപ്റ്റിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. ഇവിടെ ഒരു കോർഡിലേറ്റർ തന്നിട്ടുണ്ട്. ഈ കോർഡിലേറ്ററിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, B എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, C എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, D എന്ന് പറയുന്ന പോയിന്റ്. ഈ എയിൽ നിന്നും ശ്രദ്ധിക്കണേ, എയിൽ നിന്നും ഈ സർക്കിളിലേക്ക് പോയി ഈ ടാൻജന്റിന്റെ ദൂരം S. ഇവിടേക്ക് പോയതും S കണ്ടോ. ഡിയിൽ നിന്നും പോയത് P, ഇവിടേക്കും പോയത് P. സിയിൽ നിന്നും പോയത് Q, ഇവിടേക്കും പോയത് Q. ബിയിൽ നിന്നും പോയത് R, ഇവിടേക്കും പോയത് R. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റിൽ നിന്നും A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പോയിട്ടുള്ള രണ്ട് സൈഡിലേക്കും സർക്കിളിലേക്ക് പോയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കും. അത് ഫിഫ്ത്ത് കോൺസെപ്റ്റിന് ഒന്നും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കോമഡി ആയിട്ടുള്ള ഈ സാധനം വരാനുണ്ട്. സാർ അത് കാണിച്ചു തരാം. യെസ്, അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ നോക്കണേ. സാർ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സൈഡുകൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് എഴുതാൻ പോവാണ്. നോക്കണേ, AD പ്ലസ് ഓപ്പോസിറ്റുള്ള സൈഡ്, ADയുടെ ഓപ്പോസിറ്റ് ആരാണുള്ളത്? BC ആണ്. സോ AD പ്ലസ് BC ഈസ് ഈക്വൽ ടു, ADയും BCയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് സൈഡിന് ഈക്വൽ ആവും എന്നൊക്കെയാണ് പണ്ടുള്ളവർ ആരോ പറഞ്ഞത്. അത് ശരിയാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡും കൂട്ടുന്നതിന് ഈക്വൽ ആവും എന്നാണ് പറയുന്നത്. നോക്കിയാലോ, AD പ്ലസ് BC ഈസ് ഈക്വൽ ടു AB പ്ലസ് CD. ശരിയാണോ നോക്കാം. AD എന്ന് പറഞ്ഞാൽ ആരടാ? A മുതൽ D വരെ S ഉണ്ട്, P ഉണ്ട്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയേ, S ഉണ്ട്, P ഉണ്ട്. കുഴപ്പമില്ലല്ലോ. BC എന്ന് പറഞ്ഞാൽ R ഉണ്ട്, Q ഉണ്ട്. എന്നാ അത് രണ്ടും എഴുതിയേ, പ്ലസ് R പ്ലസ് Q. അപ്പൊ പുറത്തോ AB ആരാ നോക്കിയേ? AB എന്ന് പറഞ്ഞാൽ ആരാടാ? AB S ഉണ്ട്, R ഉണ്ട്. കൊള്ളാലോ, S ഉണ്ട് പ്ലസ് R ഉണ്ട് പ്ലസ് CD ആരാ? ഒന്നുകൂടെ നോക്കിയേ, P ഉണ്ട്, Q ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക? CD എന്ന് പറയുമ്പോൾ P പ്ലസ് Q. ഒന്ന് സൂക്ഷിച്ച് നോക്കണേ, ശ്രദ്ധിച്ച് നോക്കണേ. S ഇവിടെയുണ്ട്, P ഇവിടെയുണ്ട്, R ഇവിടെയുണ്ട്, Q ഇവിടെയുണ്ട്. Q. അതായത് ഈ പറയുന്ന സാധനം എന്താണ്?
ഈക്വൽ ആണല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തായടാ, ഓപ്പോസിറ്റ് സൈഡ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തായി, അത് ഈക്വൽ ആയി എന്നാണ് പറയുന്നത്. അതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ കോൺസെപ്റ്റ്. ഈ അഞ്ചാമത്തെ കോൺസെപ്റ്റ് നമ്മൾ ഈ അഞ്ചാമത്തെ കോൺസെപ്റ്റ് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ആറാമത്തെ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു സർക്കിളിന്റെ ചുറ്റിലും 4 ടാൻജന്റ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോർഡിനേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഇതാ നോക്കണേ, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ആണ്, തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a+c = എന്തായിരിക്കും, b+d എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദ 6th കോൺസെപ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ. ആറാമത്തെ കോൺസെപ്റ്റ് ആണ് ഇത്. യെസ് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഏഴാമത്തത്. ഇനി ഒരു എട്ടാമത്തെ കോൺസെപ്റ്റ് കഴിഞ്ഞാൽ എടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളിന്റെയും ബൈസെക്ടർ എടുക്കുക. ദാ ഈ ആംഗിളിന്റെ ബൈസെക്ടർ കൂടി സാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള ആംഗിൾ ഓൾറെഡി ബൈസെക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉള്ള ആംഗിളും ബൈസെക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളൊക്കെ ആംഗിൾ ബൈസെക്ട് ചെയ്ത സമയത്ത് ഒരു പ്രത്യേകത നമുക്ക് കാണാം. എല്ലാ സാധനവും കൂടി പോയി കണ്ടിട്ട് ചേർന്നിരിക്കുന്നത് സർക്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ സെന്ററിലുള്ള ഒരു പോയിന്റിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കോമൺ പോയിന്റിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾ ബൈസെക്ടറും എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു പോയിന്റ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ 7th പോയിന്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ കോൺസെപ്റ്റ്, എട്ടാമത്തെ കോൺസെപ്റ്റ്. എടാ ഒരു സർക്കിൾ ഉണ്ട്, അത് ട്രയാങ്കിളിന്റെ ഉള്ളിലാണ്. അതിന് പറയുന്ന പേരാണ് ഇൻസർക്കിൾ. എന്ത് സർക്കിൾ? ഇൻസർക്കിൾ. ഈ ഇൻസർക്കിൾ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ ചാപ്റ്റർ അവസാനത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ. എന്താണ് സെമി പെരിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ? സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണോ അതിനെന്താക്കുക, ഈ ട്രയാങ്കിളിന്റെ തന്നെ പെരിമീറ്റർ എടുക്കാം. സെമി പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ് കേട്ടോ. അതായത് ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ പകുതി എടുക്കുക. സോ ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ, ഈ ഇക്വേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. R = a/s. a എന്ന് പറഞ്ഞാൽ ഏരിയ, a എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ. ഇവിടെ s എന്ന് പറഞ്ഞാൽ നമുക്ക് പെരിമീറ്ററിന്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എടുക്കുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ പകുതി കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എടാ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് സാറ് വരുന്നതാണ്, നിങ്ങൾ പേടിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ലൈൻ ബൈ ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലൊന്നും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നമ്മളിപ്പോ ജസ്റ്റ് ഈ പാഠത്തിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സെറ്റ് അല്ലടാ? നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? യെസ് മക്കളെ, നിങ്ങൾ എല്ലാവരും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ലൈവുകളിൽ കൃത്യമായിട്ട് വന്നു കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം മക്കളെ. നമ്മുടെ ഷോർട്സിൽ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻസ് വീതം മാത്സിൽ ഇടുന്നുണ്ട്. അതും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. സോ മാക്സിമം പഠിച്ച് സെറ്റ് ആയിട്ട് നമുക്ക് വാങ്ങണം മാത്തമാറ്റിക്സിൽ A+. സോ വടക്കന്റെ കൂടെ പഠിച്ച് മാത്സിൽ A+ വാങ്ങാം എന്ന ക്യാപ്ഷനോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. ഇറ്റ്സ് മീ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. Bye bye, see you later.